എന്റെ നാട്ടിലെ ചില ആളുകൾ ഞാൻ ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോ ചില ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നെ മതം മാറ്റുമോ എന്ന്. അവളെ ദേശീയ തലത്തിലുള്ള ഒരു നേതാവാക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട്. നാളെ നീ തട്ടമിട്ട് വരുന്നത് കാണണോ എന്ന് ചോദിച്ച ആളുകൾ എന്നോടുണ്ട്. അതുപോലെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ജനുവരി 13-ാം തീയതി സുൽത്താൻ ബത്തേരി മണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഞാനൊരു പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വാഹനത്തിൽ മടങ്ങുമ്പോ ഞാന് കുന്നമംഗലത്ത് ഒരു പ്രസംഗം നടത്തിയത് യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അത് കേട്ട എന്റെ നാട്ടിലെ വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, എന്റെ പിതാവിന്റെ സുഹൃത്ത, അദ്ദേഹം എന്നോട് ചോദിക്കുക, എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ എന്തിനാ മുസ്ലിം ലീഗിന് വേണ്ടി പ്രസംഗിക്കാൻ പോകുന്നത്? നിനക്ക് നമ്മുടെ മതത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രസംഗിച്ചുകൂടെ എന്ന്. അങ്ങനെയുള്ള ചിന്താഗതികളുള്ള മനുഷ്യര് ഇന്നും ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മുടെ മതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന മനുഷ്യരെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി നമുക്ക് എങ്ങനെയാണ് മാറുവാൻ സാധിക്കുക? നല്ലൊരു മനുഷ്യനായി നമുക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുക? നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന ആളുകളുടെ കൈ പിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവനൊരു അവശനായിരിക്കുമ്പോ അവനൊരു താങ്ങ് കൊടുത്ത് അവനെ കൂടെ നടത്തിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകരാകാൻ കഴിയുക? അത് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്നത്. വാളെടുക്കുവാനോ മറ്റുള്ളവന്റെ രക്തം കാണുവാനോ അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. പേനയെടുക്കുവാനും തൂലിക കൊണ്ട് നല്ലതെഴുതുവാനും നമ്മളെ പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം നേടുവാൻ പഠിപ്പിക്കുന്നു.